ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്മാല്ലു ഷമീറാണേ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ച്വറിയെക്കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പോകുമ്പം ചിന്നാറിന് എത്തുന്നതിന് മുമ്പ് തമിഴ്നാടിൻ്റെ കുറച്ച് പോർഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തത് തമിഴ്നാട് ബോർഡറിന് അടുപ്പിച്ചുള്ള ഒരു പെട്രോൾ പമ്പിനടുത്താണ്. അപ്പം ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണ് തമിഴ്നാടിൽ നിന്ന് നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റിന് മുന്നേ ഉള്ള ഒരു ഗ്രാമമാണിത്. ഒരു ചെറിയൊരു ടൗണ്, നമ്മൾ ചായയൊക്കെ കുടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടൗണാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിപ്പം തമിഴ്നാട് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഫോറസ്റ്റിലെ കാഴ്ചകൾ കാണും. നമ്മൾ ചിന്നാട് വൈൽഡ് ലൈഫ് സെഞ്ച്വറിയിലേക്ക് പ്രവേശിച്ചു. ഇപ്പം നമ്മൾ കണ്ടതും ചിന്നാർ തന്നെയാണ്. ചിന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോർഷൻ ഒറ്റക്കാട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കേരളത്തിൽ വരുന്നതാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ കണ്ടമാനം അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു റൂട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതൊക്കെ മൃഗങ്ങളെ കാണും എന്നുള്ള, നമ്മൾ ഇതുവരെ കുറച്ച് മയിലിനെ കണ്ട് ഏതൊക്കെ മൃഗങ്ങളെ കാണുമെന്ന് നമുക്ക് നോക്കാം, മുന്നോട്ട് പോയി നോക്കാം.
ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ ഇത് കഴിഞ്ഞു നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നമ്മളുള്ളത്. ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പിലാണ്. അപ്പം 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ്, ഇതിന് മുമ്പൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ട്രക്കിങ് അവൈലബിൾ ആണ്. പെർ ഹെഡ് 400 രൂപ. അപ്പം എനിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കൊരു സ്റ്റാച്ചു ഒക്കെ കാണുന്നതാണ്, ഒരു ആമയുടെ സ്റ്റാച്ചു ഒക്കെ കണ്ടില്ലേ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിന് തന്നെയാണ്. അവിടെ ഇതുണ്ട്, സഫാരി ഉണ്ട്. സഫാരി എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ്. 5 പേർക്ക് അങ്ങനെ പോകാം. ഒരാളായാലും 5 പേരായാലും ഒരേ റേറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ ഏതായാലും സഫാരിക്ക് പോയിട്ടില്ല. ചിന്നാർ വീഡിയോ ഇപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇത് മൂന്നാർ വീഡിയോൻ്റെ പാർട്ട് 1 ആണിത്. ഇനിയിപ്പം മറയൂരും ലക്കം ഫാൾസും എല്ലാം ആയിട്ട് ബൈക്ക് വഴിയേ മൂന്നാറിൻ്റെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം നമുക്ക് മൂന്നാറിൽ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പോകണം എന്നുള്ളതിനെ കൊണ്ട് നമുക്കൊരു നല്ലൊരു അറിവ് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങൾ പാർട്ടായിട്ട്. ഇപ്പോൾ ചിന്നാർ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട്, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറയൂരും അതുപോലെ മറയൂരിലെ ചന്ദനക്കാടുകളും മറ്റു വീഡിയോ. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ആയി വാ.